എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. ഇതിന് മുമ്പ് പറഞ്ഞത് വിത്തം കൊണ്ട് അമൃതത്വം നേടാമെന്ന് ആശിക്കേണ്ട, അതായത് വിത്തം എന്ന് പറഞ്ഞാൽ ധനം. പിന്നെ വിത്തസാധ്യമായ കർമ്മങ്ങൾ കൊണ്ട്, അതായത് ധനം സമ്പാദിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട്, അതേപോലെ സന്താനങ്ങൾ കൊണ്ട് ഒന്നും മോക്ഷം കിട്ടുകയില്ല. ത്യാഗം കൊണ്ട് മാത്രമാണ് ചിലർ മോക്ഷം പ്രാപിച്ചത് എന്ന് വേദവാക്യമുണ്ട്. ഇത്രയാണ് പറഞ്ഞത്. ഇനി പറയുന്നു, അതോ വിമുക്തി പ്രയതേത വിദ്വാൻ സന്യസ്തഭാഗ്യാർത്ഥ സുഖസ്പൃഹകസൻ സന്തം മഹാന്തം സമുപേത്യ ദേശികം തേനോപദിഷ്ടാർത്ഥ സമാഹിതാത്മാ. അതിനാൽ വിവേകിയായുള്ളവൻ ബാഹ്യവിഷയങ്ങളിലെ സുഖങ്ങളിലുള്ള ആഗ്രഹങ്ങൾ വെടിഞ്ഞ് മോക്ഷത്തിനായിട്ട് പ്രയത്നിക്കേണ്ടതാകുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംശയം തോന്നാം. ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ബാഹ്യമായ സുഖങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് മോക്ഷത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, എങ്ങനെയാണ് ബാഹ്യ വിഷയങ്ങളെ ഒഴിവാക്കേണ്ടത് എന്ന് ചോദ്യമുണ്ടാകും. രാമായണത്തിൽ ലക്ഷ്മണൻ ഗുഹനോട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഭോഗത്തിനെക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം യഥാവിധി വർജിക്കയും വേണ്ട. സുഖത്തിൻ്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല, പക്ഷേ അനുവദിക്കപ്പെട്ട സുഖഭോഗങ്ങൾ ഒഴിവാക്കുകയും വേണ്ട. ഇവിടെയും അത് പ്രാധാന്യമാണ്. ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സുഖഭോഗങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. അമിതമായ സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകരുത്. അങ്ങനെ അനുവദിക്കപ്പെട്ട സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആഗ്രഹങ്ങൾ വെടിഞ്ഞ്, എന്താണ് ഈ ആഗ്രഹങ്ങൾ വെടിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഭക്ഷണം, വിശപ്പ് മാറണം, അതിന് വേണം, അത് പിന്നെ തരത്തിൽ തന്നെ വേണമെന്നുള്ള ആഗ്രഹമൊന്നും ആവരുത്. എന്തായാലും സ്വാദുള്ളൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കുക. അതേമാതിരി വസ്ത്രം, നഗ്നത മറയ്ക്കണം, അതിനാണ് വസ്ത്രം എന്നുള്ളത്. അതെന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലാതെ ഇന്നെത്ര വില കൂടിയ തന്നെ വേണമെന്നുള്ള ആഗ്രഹം വേണ്ട. അതേമാതിരി കാമാദികൾ, അതിന് വിവാഹം കഴിക്കണം, അതിൽ സംതൃപ്തി. അതല്ല കണ്ടാൽ കണ്ണിന് കൊള്ളാവുന്ന, കാണാൻ കൊള്ളാവുന്ന എല്ലാവരോടും ശൃംഗാരം വേണമെന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാണ്. അപ്പോൾ അനുവദിക്കപ്പെട്ടത് നമുക്ക് ഉപയോഗിക്കാം, അതിനപ്പുറത്തേക്ക് ചിന്തിക്കരുത്. അങ്ങനെ മോക്ഷത്തിനായിട്ട് പ്രയത്നിക്കേണ്ടതാകുന്നു. അങ്ങനെ അനുവദിക്കപ്പെട്ട സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഗൃഹസ്ഥാശ്രമ ധർമ്മം നിറവേറ്റണം. ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ പുരുഷനാണെങ്കിൽ ഭർത്തൃധർമ്മം, സ്ത്രീയാണെങ്കിൽ പത്നീധർമ്മം, അതേമാതിരി പിതൃധർമ്മം, മാതൃധർമ്മം എന്നിങ്ങനെയുള്ള ധർമ്മങ്ങളെല്ലാം വളരെ വ്യക്തമായി അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് സംതൃപ്തി തോന്നണം. അനുഷ്ഠിച്ചുകൊണ്ട് മക്കളെയൊക്കെ അവരുടെ നിലനിൽപ്പിന് ആധാരമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്കൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം അവരെ പഠിപ്പിച്ച് ജോലിയാക്കുക. ജോലി പഠിപ്പിച്ച് അവർ നേടിക്കൊള്ളും. വിവാഹം കഴിച്ചു കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞാൽ സത്യത്തിൽ അയാൾ സ്വതന്ത്രനായി. പിന്നെയാണ് വാനപ്രസ്ഥം എന്നുള്ള അവസ്ഥ. വാനപ്രസ്ഥത്തിലാണ് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. വാനപ്രസ്ഥത്തിൽ ഭക്തിയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി അവൻ്റെ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് നന്മയിലേക്ക്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുക. പ്രത്യേകിച്ച് ബാലശാപം,
തരുണശാപം അല്ലെങ്കിൽ തരുണീശാപം, വൃദ്ധശാപം, പ്രകൃതിശാപം, ഇത്രയും ദോഷങ്ങളാണ് നമുക്ക് വരാനുള്ളത്. ബാലശാപം, കുട്ടികളുടെ ശാപം. എന്തെങ്കിലും കാരണത്താൽ ഏതെങ്കിലും കുട്ടികളെ നമ്മൾ അറിയാതെ അപമാനിക്കുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ചില പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക മനോഭാവത്തോടു കൂടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചില കുട്ടികളെ കണ്ടില്ല എന്ന് വരെ തട്ടി നീക്കിയിട്ടൊക്കെ പോകും. അങ്ങനെ പറ്റിയിട്ടുണ്ട് കയ്യിൽ പ്രായശ്ചിത്തം. അതുമാതിരി തരുണസ്ഥാപം അല്ലെങ്കിൽ തരുണി ശാപം, തരുണശാപം, തരുണി ശാപം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി വിവാഹം കഴിക്കാതിരിക്കുന്ന അവസ്ഥ. നേരെ മറിച്ചും ഒരു യുവാവിനെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് അവസാനം നല്ലൊരു ബന്ധം കണ്ടാൽ ഈ യുവാവിനെ ഒഴിവാക്കി വേറൊരാളുടെ കൂടെ പോകുന്ന അവസ്ഥ. ഇത് തരുണീശാപത്തിനും തരുണശാപത്തിനും ഉള്ള ഇടയാക്കും. അതേമാതിരി വൃദ്ധശാപം രക്ഷിതാക്കളോടാകാം, അല്ലെങ്കിൽ മറ്റ് ബന്ധുമിത്രാദികളോടാകാം, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരോടാകാം. വൃദ്ധന്മാരോട് അറിഞ്ഞോ അറിയാതെയോ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ പ്രകൃതിശാപം, ചില മൃഗങ്ങളെ നമ്മൾ വധിക്കുക, എന്തെങ്കിലും വേറെ കാര്യത്തിന് വേണ്ടിയിട്ട്. അത് അപ്പം രസമായിരിക്കും. ഇപ്പം നായാട്ടിന് പോകുക എന്ന് പറഞ്ഞത് അങ്ങനെയാണല്ലോ, വെറുതെ കാട്ട് കയറിയിട്ട് മൃഗങ്ങളെ വധിക്കുക. ഇപ്പോൾ പിന്നെ നിയമമുണ്ട്, എങ്കിലും മുമ്പൊക്കെ അതുണ്ടായിരുന്നു. അതേമാതിരി നല്ല സർപ്പങ്ങളെ തല്ലിക്കൊല്ലുക, ഇപ്പം അതറിഞ്ഞ കേസാണ്, എങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുക. അതേമാതിരി നല്ല വൃക്ഷങ്ങളെ വെറുതെ വെട്ടി നശിപ്പിക്കുക, ഇതൊക്കെയാണ്. പക്ഷികളെ നശിപ്പിക്കുക, ഇതൊക്കെ പ്രകൃതി ശാപമാണ്. അപ്പോൾ ഇതിനൊക്കെ പ്രായശ്ചിത്ത വിധികളുണ്ട്. ആ പ്രായശ്ചിത്ത വിധികൾ മനസ്സുകൊണ്ട് തെറ്റായിപ്പോയി എന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തെറ്റായി എന്ന് ധരിച്ചുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെയുള്ള പ്രായശ്ചിത്ത കർമ്മം ചെയ്യുക. അങ്ങനെ മോക്ഷത്തിലേക്കുള്ള മാർഗം സ്വീകരിക്കുക. പിന്നെ എന്ത് വേണം? അപ്പോൾ വിവേകമുള്ളവർ എന്ത് ചെയ്യണം? ആഗ്രഹങ്ങൾ വെടിയണമെന്ന് മാത്രമല്ല, അതിന് ഒരാചാര്യനെ യഥാവിധി സമീപിച്ച് അദ്ദേഹം ഉപദേശിക്കുന്ന ബ്രഹ്മപ്രാപ്തി രൂപമായ കാര്യത്തിൽ മനസ്സുറപ്പിക്കണം. ആചാര്യനെ സ്വീകരിക്കണം. എങ്ങനെയെങ്കിലുമുള്ള ആചാര്യനല്ല സ്വീകരിക്കേണ്ടത്, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അതായത് നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വേണം. അതാണ് ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞത്. ഏത്? ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഈ ബാഹ്യമായ വിഷയങ്ങളിലെ സുഖങ്ങളും ആഗ്രഹങ്ങളും എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? അയാൾക്ക് മോക്ഷം വേണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ, നമ്മളെ ഈ 4 ആശ്രമങ്ങളിലും ചെയ്യേണ്ട കർമ്മങ്ങൾ വ്യക്തമായി ചെയ്യണം. ഗൃഹസ്ഥാശ്രമത്തിൽ, അതിനാ രാമായണത്തിലെ കാര്യം ഞാൻ പറഞ്ഞത്, ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം യഥാവിധി വർജിക്കുകയും വേണ്ട. അപ്പം അനുവദിക്കപ്പെട്ട സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിഷ്കാമമായി ഞങ്ങളുടെ ധർമ്മങ്ങൾ നിറവേറ്റുക. അത് മോക്ഷത്തിന് കാരണമായ വഴിയാണ്. അത് കഴിഞ്ഞിട്ടാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥത്തിൽ ചെയ്യേണ്ടത് സ്വതന്ത്രമായി ചിന്തിക്കുക, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൽ മാത്രമല്ല, പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഓർമ്മ വന്ന് അതിന് പ്രായശ്ചിത്തം ചെയ്ത് മോക്ഷത്തിലേക്കുള്ള മാർഗത്തെ സമീപിക്കുക. ബാക്കി അടുത്ത ഭാഗത്ത്. നന്ദി, നമസ്കാരം.